വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെ യുവതലമുറയ്ക്ക് സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് കർമ്മ സൈക്ലിംഗ് ക്ലബ്ബ് ക്രിസ്മസ് കരോൾ സൈക്കിൾ റൈഡ് നടത്തി. എടപ്പാൾ മുതൽ കുന്നംകുളം വരെയാണ് റൈഡ് നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ നിന്നാണ് ക്രിസ്മസ് കരോൾ സൈക്കിൾ റൈഡ് ആരംഭിച്ചത്. ചങ്ങരംകുളം എസ്ഐ പ്രദീപ, ഡോക്ടർ ജാവീദ് എന്നിവർ ചേർന്ന് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയത് എൻ്റെ മകൻ റോളർ സ്കേറ്റിങ്ങിൻ്റെ നാഷണൽ പ്ലെയറാണ്. അവൻ സ്ഥിരം വീട്ടിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് വലിയൊരു സംഭവം. എൻ്റെ പിന്നിൽ കാണുന്ന ഇത് സൈക്ലിംഗ് ഒരു വലിയൊരു സംഭവം. ഞാനത് മനസ്സിലാക്കണം. കാരണം എൻ്റെ മകൻ അവൻ്റെ ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു 40,000 രൂപയുടെ ഒരു സൈക്കിളുണ്ട്. അതുമായിട്ട് അവൻ തിരൂരിൽ നിന്ന് യാത്ര ചെയ്തിരുന്നു എറണാകുളം വരെ. അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൻ പോയി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അതിനുശേഷം തിരുവനന്തപുരം പോകണമെന്ന് പറഞ്ഞു. അവൻ തിരുവനന്തപുരം പോയി തിരിച്ചു വന്നു. ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, വേറെ ടീമിൻ്റെ ഇതിലൊന്നുമല്ല പോയത്. അപ്പോൾ എനിക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈക്ലിങ് എനിക്ക് വലിയൊരു താല്പര്യമുള്ള സംഭവമാണ്. ഈ എല്ലാ അച്ഛൻ്റെയും കുഴപ്പം എന്താ അറിയാമോ, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മകനെ കൊണ്ട് ചെയ്യിക്കണമെന്നുള്ളൊരു താല്പര്യം. അതിൽ മകനെ കൊണ്ട് ചെയ്യിച്ച് വിജയിച്ച ഒരുത്തരാണ് ഞാൻ. അൻപത് സൈക്കിൾ റൈഡർമാർ പങ്കെടുത്ത സൈക്കിൾ യാത്ര കുന്നംകുളം ആർത്താറ്റ് പള്ളി പരിസരം വരെ പോയി എടപ്പാളിൽ തിരിച്ചുവന്ന് അവസാനിച്ചു. വഴിനീളെ മധുരം നൽകിക്കൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനും സൈക്കിൾ സവാരിയിൽ പങ്കെടുത്തു. വളർന്നുവരുന്ന കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാനായി 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടി സൈക്കിൾ പരിശീലനം നൽകുകയാണ് ക്ലബിന്റെ 2025 ഉദ്ദേശ ലക്ഷ്യം എന്ന് ക്ലബ്ബ് ഭാരവാഹികളായ ഷിജിത് ചന്ദ്രൻ ചുങ്കത്ത്, സന്ദേശ് ചേന്നംകുളത്ത്, അജ്മൽ ഹുസൈൻ, റജി മോഹൻ, മൻസൂർ അലി, സന്തോഷ് മേനോൻ എന്നിവർ അറിയിച്ചു. NCV ന്യൂസ് എടപ്പാൾ.